നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ആർസണൽ ഇപ്സ്വിച്ചിനെ തോപ്പിച്ച് രണ്ടാം സ്ഥാനത്തോട് വന്നിട്ടുണ്ട്. ബ്രെൻഫോർഡ് ബ്രൈറ്റൺ സമനിലയെ പിരിഞ്ഞു. യുണൈറ്റഡ് ബേസ്ഡ് ആയിട്ട് കുറേ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും ബ്രൂണോയ്ക്ക് അഗേൻസ്റ്റ് ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ട് തന്നെ വൺ ഡേ റിലേറ്റഡ് ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസുകൾ വരുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഫസ്റ്റ് തന്നെ ടച്ച് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കായ ഡാനി ഓൾമോ കാര്യത്തിനെ കുറിച്ചാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഡാനി ഓൾമോ റൈറ്റ് നൗ ബാർസലോണയുടെ പ്ലെയർ ആണ്. ബട്ട് ജാനുവരി 1 ആകുമ്പോഴേക്കും ഡാനി ഓൾമോ അൺരജിസ്റ്റേർഡ് ആവും. എല്ലാവർക്കും അറിയാവുന്ന സിറ്റുവേഷനാണ്. ക്രിസ്ത്യൻസൺ ഇഞ്ചറി എത്തിയപ്പം ആ സാലറി ഗ്യാപ്പിലോട്ടാണ് ഡാനി ഓൾമോനെയും പാ വിക്ടറിനെയും ബാർസലോണ രജിസ്റ്റർ ചെയ്തത്. ഇപ്പം ജാനുവരി ആകുമ്പോഴേക്കും ക്രിസ്ത്യൻസൺ തിരിച്ചു വരുന്നു. ആ ഒരു ഡാനി ഓൾമോയും പാ വിക്ടറും അൺരജിസ്റ്റേർഡ് ആവുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ലലീഗയുടെ ആ ഒരു ഡിസിഷനെ ലലീഗയും ബാർസലോണയും തമ്മിൽ ഒരു ഡിസിഷൻ എടുത്ത് ടൈ ആയിരുന്നു ഡാനി ഓൾമോ പാ വിക്ടർ രജിസ്ട്രേഷൻ കാര്യം സോർട്ട് ഔട്ട് ചെയ്തതിൽ. പക്ഷെ ആ ഡിസിഷനെ അത്ലറ്റിക് ക്ലബ് ബിൽബാവും അത്ലറ്റിക്കോ മാഡ്രിഡും സെവിയയും ചാലഞ്ച് ചെയ്തു. ലലീഗ ആണെങ്കിൽ അവരുടെ ഡിസിഷൻ മാറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്ന ഡിസിഷൻ എടുത്തു. ആ ഒരു ഡിസിഷൻ അഗെയിൻസ്റ്റ് ബാർസലോണ മജിസ്ട്രേറ്റ് കോർട്ടിൽ മജിസ്ട്രേറ്റ് അല്ല കൊമേഴ്ഷ്യൽ കോർട്ടിൽ ഒരു അപ്പീലിന് വരുന്നു. ആ കൊമേഴ്ഷ്യൽ കോർട്ടിന്റെ ഡിസിഷൻ ഇന്നലെ വന്നിരിക്കുകയാണ്. ബാർസലോണയുടെ അപ്പീൽ തള്ളിയിരിക്കുകയാണ്. ലലീഗയുടെ തീരുമാനം കറക്റ്റ് ആണെന്നും ഡാനി ഓൾമോനെ പാവുക് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്നും വന്നിരിക്കുകയാണ്. ഇപ്പം കേൾക്കുന്നത് എന്നാന്ന് വെച്ചാൽ ബാർസലോണ ഇനി മജിസ്ട്രേറ്റ് കോർട്ടിന് മുമ്പിൽ അപ്പീലിന് പോകാൻ പോവാണ്. അതായത് ഈ ഒരു ഡിസിഷനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് അത് ഡിസംബർ 30-ന്, അതായത് ഇന്ന് 28-ആണ്, നാളെ ഫയൽ ചെയ്യുന്നു, മൺഡേ ഫയൽ ചെയ്യുന്നു, 31-ന് ഡിസിഷൻ വരുമെന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗ്ലോബൽ സോക്കർ അവാർഡ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ലപ്പോർട്ട് ഇരുന്നാണ്. പക്ഷേ അതിനുശേഷം ആൾ പോയില്ല. ഇതാണ് റീസൺ എന്നൊക്കെ കേൾക്കുന്നു. അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾമോയുടെ കോൺട്രാക്റ്റിലുണ്ട് ആളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾക്ക് ഫ്രീ ഏജന്റായിട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു സംഭവമുണ്ട്. അതിനകത്ത് തന്നെ മാഞ്ചസ്റ്റർ ക്ലബ്ബ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ സിറ്റിയും ആളുടെ മേൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നു. ഡാനി ഓൾമോയുടെ ഏജന്റ് കഴിഞ്ഞ ദിവസം സിറ്റി ഡെലിഗേറ്റ്സുമായിട്ട് മീറ്റിംഗ് നടത്തിയെന്ന് വരെ വാർത്തകൾ വരുന്നുണ്ട്. മേ ബി നമുക്കൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല. കാരണം ആൾക്കൊരു ക്ലബ്ബ് വേണം. ബാർസലോണ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ വേണം. ഡാനി ഓൾമോ പോലത്തെ ഒരു പ്രൊഫൈൽ ഫ്രീ ഏജന്റായിട്ട് കിട്ടുമ്പോൾ ഏത് ക്ലബ്ബും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതിനാൽ തന്നെ ഇപ്പോൾ ബാർസലോണ കുറച്ച് വറയിങ് സിറ്റുവേഷനിലാണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറ്റ് ദ എൻഡ് ഇവഞ്ച്വലി ബാർസലോണ എങ്ങനെയും ഡാനി ഓൾമോനെ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ലപ്പോട്ട പൊളിറ്റീഷ്യനാണ്. ഇലക്ഷൻ വരുവാണ്. ഈ ഡാനി ഓൾമോ ഡീൽ വല്ലതും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുള്ളിയുടെ ഇലക്ഷൻ ക്യാമ്പയിനെ അത് വളരെ വലിയ രീതിയിൽ ബാധിക്കും. അത് ലപ്പോട്ടയ്ക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ലപ്പോട്ട മേ ബി എന്തേലും ഒരു ലീവർ പുള്ളിയോ എന്തേലും കാണിക്കുകയും ചെയ്യും. ഈ ലീവറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബാർസലോണയുടെ ക്യാമ്പ് നൗവിലെ VIP ബോക്സ് ഉണ്ടല്ലോ, VIPs വന്നിരിക്കുന്ന VIP ബോക്സ്, അതിനെ 20 വർഷത്തേക്ക് ഒരു കമ്പനിക്ക് വിൽക്കാൻ പോവുകയാണെന്നും 200 മില്യൺ ആണ് റേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ലാസ്റ്റ് വീക്കിൽ വാർത്തകൾ വന്നിരുന്നു. പിന്നെ കേട്ട ഒരു വാല്യുവേഷൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ക്യാമ്പ് നൗ പ്രോപ്പറായിട്ട് തുടങ്ങി, നമ്മൾ ക്യാമ്പ് നൗ ഓപ്പൺ ചെയ്തു, ഗെയിമുകൾ അവിടെ തുടങ്ങി, അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് വിൽക്കുകയാണെങ്കിൽ 250-300 ഇടയ്ക്ക് ആ VIP ബോക്സ് വിൽക്കാൻ പറ്റും. അതാണ് അതിൻ്റെ വാല്യുവേഷൻ നേരിടുന്നത്. മിനിമം 250 മില്യൺ ആണ് അതിൻ്റെ വാല്യുവേഷൻ. ബട്ട് കുറച്ച് എമർജൻസി ആയതിനാൽ തന്നെ ക്യാമ്പ് നൗവിൻ്റെ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി ഒരു വർഷം കൂടെ ലേറ്റ് ആവുമെന്ന് കേൾക്കുന്നത്. 2025 നമുക്ക് ക്യാമ്പ് നൗവിലോട്ട് നീങ്ങാൻ പറ്റത്തില്ല, 2026 പറ്റത്തുള്ളൂ എന്നാണ് വാർത്തകൾ വരുന്നത്. അതിനകത്ത് തന്നെ മേ ബി കുറച്ച് റിസ്കി മൂവ് നടത്തണം. അതിനകത്ത് തന്നെ 250 പോയിട്ട് 200-ന് നമ്മൾ സെല് ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത എന്നാന്ന് വെച്ചാൽ ബാർസലോണ ഇത്രയും എമർജൻസി സിറ്റുവേഷൻ ആയതിനാൽ തന്നെ 120 മില്യൺ യൂറോസിന് ആ VIP ബോക്സുകൾ 20 വർഷത്തേക്ക് പ്ലഡ് ചെയ്യാൻ പോവുക, അഥവാ ഇത് ചെയ്യാൻ പോവുകയാണെന്ന്, ലീവർ ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. മെയിനായിട്ടും ഈ ഡാനി ഓൾമോ പാ വിക്ടർ രജിസ്ട്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത്, ഇത് നടക്കുകയാണെങ്കിൽ ആ വാങ്ങിക്കുന്നവൻ എന്തുമാത്രം വലിയ ലോട്ടറിയാണ്. 300 മില്യണോളം, 250-300 മില്യൺ വാല്യുവേഷൻ വരുന്ന ഐറ്റം 120 മില്യൺ ഇട്ടുവാണ്. ബാർസലോണ എന്ന് പറയുന്ന ക്ലബ്ബ് നമ്മളാണെങ്കിൽ 250 മില്യൺ പ്രോപ്പറായിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് സമ്മറിലൊക്കെ പ്രോപ്പറായിട്ട് വിൽക്കുകയാണെങ്കിൽ, ഇത് ചെയ്യുവാണെങ്കിൽ 250 മില്യൺ നമ്മുടെ കയ്യിലിരിക്കും. 130 മില്യണോളം നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ്. 100 മില്യണോളം നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, ഏറ്റവും മിനിമം, ഈ ഡാനി ഓൾമോ രജിസ്ട്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി. ഡാനി ഓൾമോ ഒരു നെസസറി സൈനിങ് ആയിരുന്നു? ഒരിക്കലും അല്ല. ഏറ്റവും ഒരു ലക്ഷറി സൈനിങ്. ഡാനി ഓൾമോ ഒരു ഫ്ലോപ്പ് സൈനിങ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഡാനി ഓൾമോ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഹിറ്റ് സൈനിങ് ആണോ എന്ന് പറഞ്ഞാലും അല്ല. അത് രണ്ടിൻ്റെ ഇടയിലായിട്ട് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഡാനി ഓൾമോയുടെ കുഴപ്പം ഇതാണ്, ആൾ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓൾറെഡി സീസണിൽ 2 ഇഞ്ചറി ആയി, ഇനി ഇഞ്ചറി വരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ഡീല് പുൾ ഓഫ് ചെയ്യുക. മിക്കവാറും എങ്ങനെയും ആൾ രജിസ്റ്റർ ചെയ്യും. കാരണം ആളുടെ പൊളിറ്റിക്സ് കരിയറിനെ ബാധിക്കുന്ന കാര്യമാണ്. ആൾ മിക്കവാറും നമ്മുടെ ആ VIP ബോക്സ് കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത് ആ ഒരു പുള്ളു ചെയ്യാനോട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ കേൾക്കുന്നത് മേ ബി ഇനി പേഴ്സണലായിട്ടുള്ള ആളുകൾ, ബാർസലോണ ബോർഡിലുള്ള ആരെങ്കിലും പേഴ്സണൽ ഗ്യാരണ്ടി കൊടുത്തുകൊണ്ട് ഒരു ലോൺ റേസ് ചെയ്തും ഓൾമോനെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ ലീവർ ആക്ടിവേഷൻ ലീഗ് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ. എങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഐ തിങ്ക് ഡാനി ഓൾമോൻ എങ്ങനെയും ബാർസലോണ രജിസ്റ്റർ ചെയ്യും. ബട്ട് മറ്റ് പല ക്ലബ്ബുകളും ഡാനി ഓൾമോയുടെ കാര്യത്തിൽ ഈഗർലി നോക്കി നിൽക്കുന്നതുകൊണ്ടായിരിക്കും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള ഒപ്പീനിയൻ പറയാം. അവിടെ നമ്മൾ നേരെ ഇന്നലത്തെ
ആർസണൽ മാച്ച് ഒന്ന് ടച്ച് ചെയ്യാനാണ്. ഇന്നലെ ആർസണൽ 1-0 ഇപ്സ്വിച്ചിനെ തോപ്പിക്കുകയുണ്ടായി. കായ് ഹാവേർട്സിന്റെ ഫസ്റ്റ് ഹാഫിൽ നേടിയ ഗോളാണ് ആർസണൽ ഇന്നലെ വിക്ടറി നേടിക്കൊടുത്തത്. വിക്ടറിയോടുകൂടി ആർസണൽ ഇപ്പം പോയിന്റ്സ് ടേബിളിൽ രണ്ടാമത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ആർസണൽ കിഡിലൻ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. സെറ്റ് പീസസിലൂടെ വീണ്ടും ഡേഞ്ചർ ക്രിയേറ്റ് ചെയ്തു. ഗബ്രിയലിന്റെ സിറ്റർ മിസ് ഉണ്ടായിരുന്നു. കൂടാതെ ഡെക്ലൻ റൈസിന്റെ ഒരു മൂവ് ഉണ്ടായിരുന്നു. ഡെക്ലൻ റൈസിന്റെ ഒരു ഷോട്ട് എടുത്തൊരു മൂവ് ഉണ്ടായിരുന്നു സെറ്റ് പീസിലൂടെ. അത് നൈസ് മൂവ് ആയിരുന്നു. ഓഡിഗാർഡ് ഇന്നലെ ലാസ്റ്റ് ഒരു 1.5 മൂവ് ഉണ്ടായിരുന്നു, ഒരു ഇൻഡിവിജ്വൽ മൂവ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഈസി ചാൻസ് തോന്നുന്നു. പക്ഷേ എന്നാൽ ആളുടെ ഒരു ഇൻഡിവിജ്വൽ മൂവിൽ ലാസ്റ്റ് ഫൈനൽ ഷോട്ട് മാത്രം വെളിയിലോട്ട് പോയി. അങ്ങനെ 2-3 സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ട്രോസാർഡിന്റെ അസിസ്റ്റിൽ കായ് ഹാവേർട്സിന്റെ ഗോളിൽ ഒരു കംഫർട്ടബിൾ വിക്ടറി ഹോമിൽ ഇപ്സിച്ചിന് അഗേൻസ്റ്റ് നേടുകയുണ്ട്. പക്ഷേ ആർസണൽ ലാക്ക് ഓഫ് ഫയർ പവർ വീണ്ടും വിസിബിൾ ആണ്. ആർസണലിന് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യണം. നെക്സ്റ്റ് 6 months ഒരു അൺബീറ്റൻ റണ്ണിൽ പോകണമെങ്കിൽ ഇപ്സിച്ചിനെ ഇന്നലെ 1-0 തോപ്പിച്ചു. പക്ഷേ സ്കോർ ഷുഡ് ഹാവ് ബീൻ 2-0 3-0 ആക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. സോ കൺവേർട്ട് ചെയ്യണം. കൂടാതെ അപ്പ് ഫ്രണ്ട് ആർസണൽ ബോൾ കീപ്പ് ചെയ്യുന്നുണ്ട്, പൊസിഷൻ കീപ്പ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടി ഒരു ഫയർ പവർ അപ്പ് ഫ്രണ്ട് ആഡ് ചെയ്യാൻ സാധിച്ചില്ല. എസ്പെഷ്യലി ഒരു ടാർഗറ്റ് മാനെ അപ്പ് ഫ്രണ്ട് ആഡ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. മേ ബി ജാനുവരിയിൽ ഒരു സ്ട്രൈക്കർ ഓപ്ഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ ആർസണലിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ആൻഡ് പോസിറ്റീവ്സ് ആയിട്ട് മറ്റൊരു കാര്യം ടിംബറിന്റെ പെർഫോമൻസ് ആണ്. ടിംബർ കിട്ടില്ല പെർഫോമൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹീസ് എ സൂപ്പർ പ്ലേ. ടിംബർ ആ ടീമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹ്യൂജ് ബെനിഫിറ്റ് ആണ് കൊടുക്കുന്നത്. സാക്കയുടെ അഭാവം, സാക്ക ഇല്ലാത്തതിനെ തന്നെ നമുക്കറിയാം നമ്പർ ഓഫ് ചാൻസ് ക്രിയേഷൻ കുറയും. പക്ഷെ എന്നാലും ഇപ്സിച്ചിന് അഗേൻസ്റ്റ് കുറച്ചുകൂടെ ഗോൾ സ്കോർ ചെയ്ത് മേ ബി 2-0 3-0 വിക്ടറി ഇന്നലെ നേടായിരുന്നു. സോ ഫയർ പവർ അപ്പ് ഫ്രണ്ട് ആർസണൽ ആഡ് ചെയ്യാൻ സാധിച്ചാലേ അവർക്ക് തിരിച്ച് ടൈറ്റിൽ റേസിലോട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. സോ അപ്പ് ഫ്രണ്ട് ഇഫ് പോസിബിൾ ഒരു ലെഫ്റ്റ് ബാക്ക്, ഒരു ലെഫ്റ്റ് വിങ് ഫോർവേഡിനോ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു CF-നെയും ആഡ് ചെയ്യാനായിട്ട് ജാനുവരി സാധിക്കണം. ഒരു CF-നെ അവർ ടാർഗറ്റ് ചെയ്യണം, ഒരു അപ്പ് ഫ്രണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നലെ ബ്രെൻഫോർഡ് ബ്രൈറ്റൺ മാച്ച് ഒന്ന് ടച്ച് ചെയ്യാനായിട്ട്. ബ്രെൻഫോർഡ് ബ്രൈറ്റൺ മാച്ചിന് 0-0 സമനിലയാണ് പിരിഞ്ഞത്. ബ്രൈറ്റൺ പ്രോബ്ലി ഡോമിനേറ്റ് ചെയ്തൊരു മത്സരമായിരുന്നു. ബ്രൈറ്റന്റെ ഇപ്പോൾ റീസെന്റ് നമ്മൾ നോക്കാനായിട്ടാണ് അവർ ഗോൾസ് കൺവേർട്ട് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ മാച്ചിലാണെങ്കിൽ ധാരാളം ചാൻസുകൾ ബ്രൈറ്റൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഹസ്ലറിന് അത് ചെറിയൊരു തലവേദന തരുന്ന ഒരു കാര്യമായിരിക്കും, ചാൻസുകൾ ടീം കൺവേർട്ട് ചെയ്യാത്തത്. സോ ഇപ്പോൾ ബ്രൈറ്റൺ ഇന്നലെ ജയിക്കുകയാണെങ്കിൽ സിറ്റിയോടൊപ്പം 28 പോയിന്റ്സിലോട്ട് എത്തായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു ട്രോയോടുകൂടി 26 പോയിന്റ്സ് ആയി അവർക്ക്. സോ മേ ബി കുറച്ചുകൂടെ പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരുന്നു. ബ്രൈറ്റൺ എന്തായാലും ഗോളുകൾ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ ദേ ആർ ഗോയിങ് ടു സ്ട്രഗിൾ. ധാരാളം ഡ്രോസ് ഇപ്പോൾ അവർ 0-0 ഡ്രോസ് ഒക്കെ ഇപ്പം കുറച്ചാവുന്നുണ്ട്. ഗോളുകൾ അടിക്കണം. സോ അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ടൊന്ന് പോകാനായിട്ടാണെങ്കിൽ ഇപ്പം മാൻ യുണൈറ്റഡ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. മാൻ യുണൈറ്റഡ് സിർസ്കിനെ ജാനുവരിയിൽ ലോണിന് വിടാനായിട്ട് റെഡിയാണെന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂനോ മെൻഡസ് പേഴ്സണൽ ടൈംസും മറ്റുമൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡോടെ അഗ്രി ചെയ്തു എന്നുള്ള രീതി വാർത്തകൾ വരുന്നുണ്ട്. ന്യൂനോ മെൻഡസിന്റെ ഏജൻസിയും റൂബൻ അമോറിമിന്റെ ഏജൻസിയും സെയിം ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സോ ന്യൂനോ മെൻഡസ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണെന്നുള്ള രീതി വാർത്തകൾ വന്നിരുന്നു. പക്ഷെ എന്തോ ആ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ഇതുവരെ നടന്നിട്ടില്ല. ആള് ലാസ്റ്റ് മൊമെന്റ് പിന്മാറുകയും ഇതുവരെ ഇപ്പോൾ ഒരു ഹോൾഡിൽ നിർത്തിയേക്കുവാന്ന് കേൾക്കുന്നു. മാൻ യുണൈറ്റഡിന്റെ ഇൻട്രസ്റ്റ് ആണെന്നും പിന്നെ PSG ഓഫർ ചെയ്ത സാലറിയിൽ ആൾ ഹാപ്പി അല്ല എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. സോ മാൻ യുണൈറ്റഡുമായിട്ട് ഇപ്പോൾ ഒരു പേഴ്സണൽ ടേംസ് മിക്കവാറും ജാനുവരിയിൽ ന്യൂനോ മെൻഡസ് അഗ്രി ചെയ്യുന്നു. പറ്റുവാണെങ്കിൽ ജാനുവരി തന്നെ ന്യൂനോ മെൻഡസിനെ തട്ടകത്തിൽ എത്തിക്കാനായിട്ട് ഇവർ മാൻ യുണൈറ്റഡ് നോക്കും എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ബട്ട് റിയലിസ്റ്റിക്കലി സമ്മർ ആയിരിക്കും കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുള്ള ഓപ്ഷൻ തോന്നുന്നു. സോ ഇവനേക്കാളും നമ്മുടെ മിലോസ് കർക്കസിനേക്കാളും യുണൈറ്റഡ് പ്രയോറിറ്റി കൊടുക്കുന്നത് ന്യൂനോ മെൻഡസിനാന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ ഫാബ്രിസ് ഹോക്കിൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂനോ മെൻഡസ് ടു മാൻ യുണൈറ്റഡ് തിങ്സ് ആർ ഹാപ്പനിങ് എന്നുള്ള രീതിയിൽ. സോ എന്താണ് ന്യൂനോ മെൻഡസിന്റെ കാര്യം പറയാനായിട്ടാണ്, ഹീസ് എ റിയലി ഗുഡ് ഫുൾ ബാക്ക്. ഒഫൻസീവ്ലി സൂപ്പർബാണ്. ആൻഡ് ഡിഫെൻസീവ്ലി നമ്മൾ നോക്കാനായിട്ടാണ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ഫുൾ ബാക്ക്, വിങ് ബാക്ക് റോളിൽ ഫുൾ ബാക്ക് റോളിൽ ആൾ കുഴപ്പമില്ലാതെ തന്നെ കളിക്കും. അതുപോലെ അൽഫോൺസോ ഡേവിസ് ആണല്ലോ യുണൈറ്റഡിന്റെ പ്രയോറിറ്റി ടാർഗറ്റിൽ വന്നത്. അൽഫോൺസോ ഡേവിസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫെൻസീവ്ലി ബെറ്റർ ആണെന്ന് പറയാം. ബട്ട് ഒഫൻസീവ്ലി അൽഫോൺസോ ഡേവിസ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറയാം. പക്ഷേ ഇയാൾ ഒട്ടും മോശമല്ല, ന്യൂനോ മെൻഡസ് ഒട്ടും മോശമല്ല. ഒഫൻസീവ്ലി നല്ലപോലെ തന്നെ ചാൻസുകളും മറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. കുറച്ച് ഡിഫൻസീവ് വൾണറബിലിറ്റി ആണ്, അത് നമ്മൾ അറ്റാക്കിംഗ് ഫുൾ ബാക്സിന് എല്ലാവർക്കും കാണാറുള്ള ഒരു ഇഷ്യൂ ആണ്. സോ മിലോസ് കർക്കസ് ഈവൻ ഇഫ് മാൻ യുണൈറ്റഡ് മൂവ് ആണ് പുഷ് ചെയ്യുന്നതെങ്കിലും മാൻ യുണൈറ്റഡിന് കൂടുതൽ ഇൻട്രസ്റ്റ് ന്യൂനോ മെൻഡസിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ മാൻ യുണൈറ്റഡിന്റെ മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രൂണോ ഫെർണാണ്ടസിന് അഗേൻസ്റ്റ് ധാരാളം ക്യാമ്പയിൻ ഇപ്പം തുടങ്ങി. ക്യാമ്പയിൻ അല്ല, ഫാൻസ് തിരിഞ്ഞ പോലെ പോകുന്നുണ്ട്. റീസെന്റ് കഴിഞ്ഞ ദിവസത്തെ മാച്ചിനൊക്കെ ശേഷം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിലും മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിലും ബ്രൂണോ ഫെർണാണ്ടസിന് അഗേൻസ്റ്റ് നല്ലപോലെ തന്നെ ഫാൻ ബേസ് തിരിഞ്ഞിട്ടുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസിനെ ക്യാപ്റ്റൻ സാമ്പാൻ എടുത്ത് മാറ്റണമെന്നുള്ള രീതിയിൽ ഒപ്പീനിയൻസ് വരുന്നുണ്ട്. ആളെ പറ്റുവാണെങ്കിൽ ജാനുവരി തന്നെ വിറ്റ് ഒഴിവാക്കണമെന്നുള്ള രീതിയിൽ ഒപ്പീനിയൻ വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്തായാലും ബ്രൂണോ ഫെർണാണ്ടസിന് അഗേൻസ്റ്റ് ഒരു കൂട്ടം ഫാൻസ് തിരിഞ്ഞിട്ടുണ്ട്. ഈവൻ ഇഫ് നമ്മുടെ ചാനലിലാണ് സ്ട്രീംസിനിടയിലാണ് കുറേ പേര് ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് അതിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മറ്റൊന്ന് പറയാം, വാൻ ഡേക്കിന്റെ അപ്ഡേറ്റ് ആണ്. സോ വാൻ ഡേക്കിനെ റയൽ മാഡ്രിഡ് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. വാൻ ഡേക്ക് നമുക്കറിയാം ഈ സീസൺ ആയിട്ട് ഫ്രീ ഏജന്റ് ആണ്. ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ
പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. മേ ബി ബൈ ജാനുവരി എപ്പോഴേലും ആ ന്യൂസ് വരുമെന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ റയൽ മാഡ്രിഡ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളതും പുള്ളി ഇപ്പോൾ എന്താണോ ഏൺ ചെയ്യുന്നത് അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിളിനടുത്തുള്ള സാലറി ഓഫർ ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡ് റെഡി ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം മാർക്ക വന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് റയൽ മാഡ്രിഡ് വാൻ ഡേക്ക് റേസിൽ ഇല്ലെന്നും വാൻ ഡേക്ക് റിയലിസ്റ്റിക്കലി പോസിബിൾ ആയ ഒരു ഓപ്ഷൻ ഉള്ളതും റയൽ മാഡ്രിഡിന് അറിയാം ആള് ലിവർപൂളുമായിട്ടൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടേംസ് അഗ്രി ചെയ്തെന്നുള്ള രീതിയിൽ റയൽ മാഡ്രിഡിന് ഇൻസൈഡ് ന്യൂസ് കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ കിട്ടിയെന്നും സോ അതിനകത്ത് തന്നെ റയൽ മാഡ്രിഡ് മെറ്റ് ടാർഗറ്റ്സിലോട്ട് നീങ്ങുകയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ വാൻ ഡേക്ക് ഇപ്പോൾ ഫ്രീ ഏജന്റ് ആയിട്ട് വരുവാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഈവൻ അറ്റ് ദിസ് സ്റ്റേജ്. കാരണം ആൾക്ക് ഈസി ആയിട്ട് 2-3 മേ ബി 4 ഇയേഴ്സ് സ്ട്രെച്ച് ചെയ്യുവാണ് സുഖമായിട്ട് പോകാം. കാരണം അമ്മാതിരി ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്ന അമ്മാതിരി എന്നാ പറയുക ഗെയിം റീഡിങ് അബിലിറ്റിയുള്ള ഈവൻ ഈ ആള് ഏജ്ഡ് അയാൾ ആളുടെ ഫുട്ബോളിംഗ് ഇന്റലിജൻസ് സൂപ്പറാണ്. സോ അത് വെച്ച് ആൾക്ക് കവർ കൊടുക്കാനായിട്ട് പറ്റും. സോ ഐ തിങ്ക് വാൻ ഡേക്ക് മിക്കവാറും ലിവർപൂളിൽ തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതർ ക്ലബ്സിന് അത് അറിയാം. അതിൽ എന്തെങ്കിലും മിറക്ലസ്ലി എന്തെങ്കിലും കാര്യത്തിനെത്താൻ കോൺട്രാക്ട് നെഗോഷിയേഷൻ വല്ലതും ബ്രേക്ക് ആയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. റൈറ്റ് നൗ ഹീസ് ഏർണിംഗ് 200K പെർ വീക്ക്. സോ ഇതാണ് വാൻ ഡേക്കിന്റെ കാര്യത്തിൽ വരുന്ന വാർത്തകൾ. പിന്നെ കുറെ ന്യൂസ് അപ്ഡേറ്റ്സും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. സിറ്റി 3 അഡീഷൻസ് ജാനുവരി നടത്തിയേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ വേറെ പല ക്ലബ് ചെൽസി ഡെലാപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം എൻസോ മറസ്കോ പറഞ്ഞത് എല്ലാവരും സീരിയസ്ലി നോക്കി കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ സോക്കർ അവാർഡ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ആള് വീണ്ടും പറഞ്ഞു ലീഗ് 1 ബെറ്റർ സൗദി പ്രോ ലീഗാണ്. 38, 39, 40 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇരുന്ന് കളിക്കാൻ ആ ഒരു ടെമ്പറേച്ചറിൽ കളിക്കാനായിട്ട് ഈ ഒരു ലെവൽ കളിക്കാനായിട്ട് ഫ്രഞ്ച് ലീഗിലെ ടീമുകൾക്ക് പറ്റുമോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ PSG ഒഴിച്ചു നോക്കിയാൽ ബാക്കി എല്ലാ ടീമുകളും സ്റ്റാൻഡേർഡ് താഴെയാണെന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രസ്താവന നടത്തുകയുണ്ടായി. സോ എന്താണ് നിങ്ങൾക്ക് അതിലുള്ള ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ മാഞ്ചസ്റ്ററിനെ കുറിച്ച് ആൾ പറഞ്ഞു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താൻ ഇഷ്ടപ്പെടുന്ന ക്ലബ്ബാണെന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അത് പ്ലെയേഴ്സോ കോച്ചോ അല്ല മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. പ്ലേയേഴ്സും കോച്ചും ഒരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞു, പക്ഷെ കൂടാതെ മറ്റ് പല കാര്യങ്ങളും ഉണ്ടെന്നുള്ള രീതി ആൾ പറഞ്ഞു. പിന്നെ റയൽ മാഡ്രിഡിനെ കുറിച്ച് ആളൊന്നും പറയാതിരുന്നില്ല. റയൽ മാഡ്രിഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് സീസൺ മോശമായിട്ട് തുടങ്ങിയാലും ദേ വിൽ കം ബാക്ക് എന്നുള്ള രീതി ആൾ പറഞ്ഞു. റൈറ്റ് നൗ ബാർസലോണയ്ക്ക് മേളിലാണ് റയൽ എന്നുള്ള രീതി ആൾ പറഞ്ഞു പോയിന്റ്സ് ടേബിൾ. സോ റയൽ എത്ര മോശമായിട്ട് തുടങ്ങിയാൽ അവർ തിരിച്ചു വരും, അതാണ് റയൽ എന്നുള്ള രീതി ആൾ പറഞ്ഞു. പിന്നെ വിനീഷ്യസ് ജൂനിയർ ബാലൻ ഡിയോർ ഡിസേർവ് ചെയ്തിരുന്നു എന്ന് ആൾ പബ്ലിക്കലി പറഞ്ഞു. തനിക്കത് പറയുന്നതിൽ ഒരു മടിയില്ലെന്നും ആളത് ഓപ്പൺലി സ്റ്റേജിൽ ഇരുന്ന് തന്നെ പറയുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ് ബാലൻ ഡിയോർ ഡിസേർവ് ചെയ്തിരുന്നത് എന്നുള്ള രീതിയിൽ. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ കുറച്ച് പ്രസ്താവനകളൊക്കെ നടത്തി. ജോസ് നൈസ് ടു സി. ക്രിസ്ത്യാനോ ബെസ്റ്റ് മിഡിൽ ഈസ്റ്റേൺ പ്ലെയർ ആ ഒരു ഇതിനുള്ള എന്തോ ഒരു അവാർഡും കിട്ടിയെന്ന് തോന്നുന്നു ക്രിസ്ത്യാനോയ്ക്കും. സോ ഇൻട്രസ്റ്റിംഗ്. എന്താണ് നിങ്ങൾക്ക് ഇതിനുള്ള ഒപ്പീനിയൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.